നമസ്തേ. ഇന്ന് നമ്മൾ കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗവും ചേർന്ന ഇടവക്കൂറിന്റെ നക്ഷത്ര ഫലങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. 2019 ഏപ്രിൽ മാസം 11-ാം തീയതി വരെയുള്ള നക്ഷത്ര ഫലങ്ങൾ. മറ്റ് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്റെ ഫേസ്ബുക്ക് പേജിൽ ഞാനിത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പേജ് ലൈക്ക് ചെയ്യുക. എന്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ലഭിക്കുന്നതാണ്. നമുക്ക് ഇടവക്കൂറുകാരുടെ നക്ഷത്ര ഫലത്തിലേക്ക് വരാം. ഇവരുടെ 2-ാം ഭാവത്തിൽ സർപ്പവും, 7-ൽ വ്യാഴവും, 8-ൽ ശനിയും കേതുവും, 9-ൽ ശുക്രനും, 10-ൽ ബുധനും, 11-ൽ രവിയും, 12-ൽ ചൊവ്വയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിപ്പോ. ഇതും ഇതിന്റെ വേദാന്തി ദോഷങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഒരു നക്ഷത്ര ഫലത്തിലേക്ക് നിരൂപണത്തിലെത്തുമ്പോൾ ഇവരുടെ ആരോഗ്യ സ്ഥിതി 2019 ഏപ്രിൽ 11 വരെ അത്ര അനുകൂലമല്ല. പ്രത്യേകിച്ച് ഉദര സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്ക് ചിലപ്പോൾ ശസ്ത്രക്രിയയൊക്കെ വേണ്ടി വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഇത്. തൊഴിൽ രംഗത്ത് ധനനഷ്ടവും തൊഴിൽ തടസ്സവും തൊഴിൽ മാറ്റവും സംഭവിക്കാവുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടിരിക്കുക. ഇത് അത്ര അനുകൂലമായ സമയമല്ല ഈ നാളുകാർക്ക്. ഇടയ്ക്ക് ശത്രുദോഷം ഉണ്ടാകാനും അതുമൂലം ശത്രുദോഷം മൂലം തൊഴിൽ നഷ്ടമോ സാമ്പത്തിക നഷ്ടമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത തൊഴിൽ രംഗത്ത് ഈ നാളുകാർക്കുണ്ട്. എന്നാൽ ജീവിത പങ്കാളിയുമായി ഈ നാളുകാർക്ക് ഇപ്പോ കലഹവും അല്ലെങ്കിൽ അകന്ന് താമസിക്കാനുമൊക്കെയുള്ള ഒരു സാധ്യതയാണുള്ളത്. കുടുംബജീവിതം അത്ര ഒരു സന്തോഷം നിറഞ്ഞതായിരിക്കുകയില്ല ഈ സമയം. മക്കളിൽ നിന്നും അനുകൂലമായ ഒരു സ്ഥിതിയാണ് ഉണ്ടാകുക. അവരിൽ നിന്ന് അഭിമാനകരമായ ചില കാര്യങ്ങളെല്ലാം ഉണ്ടാകും. വിദ്യാർത്ഥികളായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളായിരിക്കുന്ന ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു സ്ഥിതിയാണുള്ളത്. ഉയർന്ന പഠനത്തിന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് അനുകൂലമായ ഒരു സ്ഥിതിയാണ്. ഈ നാളുകാരുടെ മാതാപിതാക്കളിൽ നിന്നും പൊതുവെ അനുകൂലമായ ഒരു സമീപനമായിരിക്കും ഇവർക്കുണ്ടാകുക. ഗ്രഹനിർമ്മാണമൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് നടക്കുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ഈ സമയത്തുള്ളത്. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും ചില കലഹങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ സമയത്തുണ്ട്. കാർഷിക രംഗത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ സമയം അനുകൂലമാണ്. വാഹന സംബന്ധമായ തൊഴിലുകൾ എടുക്കുന്നവർക്കും ഈ സമയം പൊതുവെ അനുകൂലമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെയധികം ശ്രദ്ധയോടിരിക്കണം. പലപ്പോഴും ഈ സമയത്ത് അപമാനവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേക ശ്രദ്ധ അതുകൊണ്ട് തന്നെ അതുപോലെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നാളുകാർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. കാരണം സ്വന്തം വാക്കുകൾ മൂലം ധനനഷ്ടവും സാമ്പത്തിക നഷ്ടവും അതുപോലെ കലഹവും ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ സമയത്ത് ഉള്ളതുകൊണ്ട് വാക്കുകൾ വളരെയധികം ശ്രദ്ധയോടെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ്. സഹോദര സ്ഥാനീയരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. പൊതുവെ പറഞ്ഞാൽ അത്ര അനുകൂലമായ സമയമൊന്നുമല്ല ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. 2019 ഏപ്രിൽ മാസം 11-ാം തീയതി വരെ പൊതുവെ ഈ ദോഷങ്ങൾക്കൊരു പരിഹാരം എന്ന രീതിയിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. കൂടുതൽ പരിഹാരങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ ജാതകം പരിശോധിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അത് ചെയ്യുന്നതാണ് നല്ലത്. ഇത് തികച്ചും നക്ഷത്രത്തെ സംബന്ധിച്ചുള്ള ഒരു പൊതുഫലമാണ്, ആരുടെയും വ്യക്തിപരമായ ഫലമല്ല എന്നറിഞ്ഞു വേണം ഇതിനെ സമീപിക്കുവാൻ. നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ അവരുടെ ജാതകം പരിശോധിപ്പിക്കുകയാണ് വളരെ നല്ലത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.